ഹലോ, ഗുഡ് ഡേ ടു എവറി വൺ. ഞാൻ മാസൂമാണ് ഫ്രം കാർബൺ ബ്ലൂ ഗ്ലോബൽ. ഞാൻ കാർബൺ ബ്ലൂ ഗ്ലോബൽ ഖത്തറിൽ സീനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റീസിൽ ഓപ്പറേഷൻസ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. എനിക്ക് കണ്ടമാനം ക്ലയൻസിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻറ്ററാക്ഷൻസിൽ നിന്ന് ഞാൻ കണ്ടമാനം കാര്യങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട്, കണ്ടമാനം ലെസൺസ് ഞാൻ നേടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓരോ ക്ലയൻസിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴും ഓരോ ഇൻട്രാക്ഷനിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ജോബ് സീക്കേഴ്സിനാണെങ്കിലും ഫ്രഷേഴ്സിനാണെങ്കിലും ഒക്കെ റെലവൻ്റ് ആയിരിക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ കാരണം ഞാനിപ്പോൾ എൻ്റെ ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരു ജോബ് സീക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വലിനോ ഒരു ജസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തൊരു ഫ്രഷറിനോ ജോബ് നോക്കുന്ന ഒരു ഫ്രഷറിനോ റെലവൻ്റ് ആയിട്ട് വരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ അറിയണ കാര്യങ്ങൾ അന്ന് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഒരു കരിയർ പ്രോഗ്രഷൻ ഇനിയും ഫാസ്റ്റർ ആയേനെ, ഇനിയും ബെറ്റർ ആയേനെ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ച നോളജ് നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്ത് തരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ, നിങ്ങളെ ജോബ് സെർച്ചിനാണെങ്കിലും നിങ്ങളെ കരിയർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും അതും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിത്തൗട്ട് ഫെർദർ അഡു നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ജോബ് സെർച്ച് സ്ട്രാറ്റജീസ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന്. അപ്പോൾ ഈ ഒരു സർട്ടൺ ടോപ്പിക്കിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരുടെ അടുത്ത് എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു സർട്ടൺ സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ടെങ്കിൽ ആൾക്കാരെ ഇത് എങ്ങനെ നമുക്ക് നോട്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ജനറലി ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് റോളിൽ നമ്മൾ കണ്ടമാനം ക്ലയൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടമാനം സർവീസസ് ഓഫർ ചെയ്യണമെന്നുണ്ട്. നമ്മളെ പ്രിഫേർഡ് ക്ലയൻസ് അല്ലെങ്കിൽ നമ്മളെ ഒരു ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ ഇന്ന സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ എങ്ങനെ അറിയിക്കണം എന്നുള്ളൊരു പ്രോസസ്സ് നമുക്ക് ഇൻവോൾവ് ആണല്ലോ. അപ്പോൾ ആ ഒരു സിമിലർ പ്രോസസ്സ് തന്നെയായിരിക്കും ജോബ് സീക്ക് ചെയ്ത് ഇറങ്ങുന്ന ഒരു ഫ്രഷറിനും ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യൂസ് ചെയ്യണ എൻ്റെ പേഴ്സണൽ നമ്മളൊരു ബിസിനസ് ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസും ടിപ്സാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോണത്. ഹോപ്പ്ഫുള്ളി അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഒരു ജനറൽ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. ജോബ്സിന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ജനറൽ പ്രോസസ്സ് എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറത്, അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം കവർ ചെയ്യാൻ പോണത്. കാരണം നമ്മുടെ ഒരു സിസ്റ്റം തന്നെ ശരിയല്ലെങ്കിൽ പിന്നെ നമുക്കത് എന്തായാലും, നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും ജോബ്സ് കിട്ടാൻ പോകില്ല. നമ്മുടെ സിസ്റ്റം കറക്റ്റായ ഒരു സിസ്റ്റം ത്രൂ ആണ് നമ്മൾ ജോബ്സിന് അപ്ലൈ ചെയ്യണം, ആൾക്കാരെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ ആദ്യം കവർ ചെയ്യാൻ പോവാണ്. പിന്നെയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മെയിൻലി പറഞ്ഞ രണ്ട് കാര്യം, എങ്ങനെയാണ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ. അപ്പോൾ അതിന് ഞാൻ ഒരു സിമ്പിൾ കോഡിംഗ് ടൂളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. അത് ബൂലിയൻ സെർച്ച് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഓപ്പറേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ സെർച്ച് ടൂളാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോണത്. അതിപ്പോൾ നമുക്ക് ലിങ്ക്ഡിനിലും യൂസ് ചെയ്യാം, ഗൂഗിളിലും യൂസ് ചെയ്യാം. പിന്നെ അതല്ലാണ്ട് ഒരു ബിസിനസ് ടു ബിസിനസ് പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ലുഷ എന്ന് പറഞ്ഞത്, നമുക്ക് ബിസിനസ്സിനായിട്ട് കണക്ട് ചെയ്യാൻ. ബട്ട് ഇത് യൂസ് ചെയ്തിട്ട് ജോബ് സീക്കേഴ്സിന് റെലവൻ്റ് ആയിട്ടുള്ള എംപ്ലോയേഴ്സിനായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി എങ്ങനെയാണ് നമ്മളൊരു റിക്രൂട്ടറോടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോടോ, ഒരു വർക്കിംഗ് പ്രൊഫഷണലിനോടോ നമുക്ക് എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ എന്താണ് ആ റൈറ്റ് അപ്രോച്ച്, എന്താണ് ആ റൈറ്റ് മെസ്സേജ്, എങ്ങനെയാണ് നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഞാനിന്ന് കവർ ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ്ലി, നമ്മളൊരു ജനറൽ ജോബ് സെർച്ച് പ്രോസസ്സ് എങ്ങനെയാണ്, നമ്മൾ എന്താണ് യൂഷ്വലി ചെയ്യാറുള്ളതെന്നാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് കണ്ടമാനം വെബ്സൈറ്റുകൾ അറിയാം. ഇപ്പോൾ ഞാൻ ഖത്തറിൽ ബേസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യും, നോക്കറി ഗൾഫ് യൂസ് ചെയ്യും, ഇൻഡീഡ് യൂസ് ചെയ്യും, ഗ്ലാസ് ഡോർ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടമാനം ജോബ് സെർച്ച് വെബ്സൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇതിൽ നമ്മൾ ജോബ് ലിസ്റ്റിംഗ് വെബ്സൈറ്റ്സിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള റോളുകൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അതാണല്ലോ നമ്മൾ മെയിൻലി ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ വല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണുകയാണ്, പക്ഷേ കോൺടാക്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ സെർച്ച് ചെയ്ത് നമ്മൾ വിളിച്ച് എൻക്വയറി ചെയ്യും ജോബുകൾ ഉണ്ടോ എന്നുള്ളത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ നമ്മൾ ജനറലി ചില കമ്പനികൾക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ജോബുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എൻക്വയറി ചെയ്യും. അതാണല്ലോ നമ്മൾ ചെയ്യുക. പിന്നെ ബേസിക്കലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഒക്കെ നമ്മൾ ജോബ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും. അതാണല്ലോ നമ്മളൊരു ജനറൽ പ്രോസസ്സ്. പിന്നെ അതല്ലാണ്ട് നമുക്ക് വേറൊന്നുമില്ല. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. പക്ഷേ അതല്ലാണ്ട് അതിൽ ഈ ഒരു പ്രോസസ്സിനെ പിന്നെയും ബെറ്റർ ആക്കാനുള്ള വേറൊരു സംഭവം നമ്മുടെ കയ്യിലില്ല. ഇത് നമ്മൾ ചെയ്യുന്നു, അതോടെ നമ്മളൊരു പ്രോസസ്സ് അവസാനിക്കുന്നു. അതാണല്ലോ യൂഷ്വലി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടണ പകുതി മുക്കാൽ റിസൾട്ട്സും സത്യം പറഞ്ഞാൽ നമുക്ക് റെലവൻ്റ് ആയിരിക്കില്ല. ഒന്നെങ്കിൽ അത് നമുക്ക് വേണ്ട എക്സാക്ട് റോൾ ആയിരിക്കില്ല, അത് കൂടുതൽ എക്സ്പീരിയൻസ് ചോദിക്കുന്ന റോളാവാം, അല്ലെങ്കിൽ അത് കുറേ പണ്ട് പോസ്റ്റ് ചെയ്തൊരു ജോബ് ആവാം. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് പേഴ്സണലി നമുക്ക്
ഒരു സിംഗിൾ ഗൂഗിൾ സെർച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാവും. വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എക്സാക്ട്ലി വേണ്ട ഒരു റോള്, നമുക്ക് ഫിറ്റ് ചെയ്യണ ഒരു റോള് നമുക്ക് കണ്ടുപിടിക്കാൻ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ നമ്മളൊരു ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അതോടെ അതവിടെ തീരുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരാളായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അല്ലെങ്കിൽ നമ്മൾ CV സബ്മിറ്റ് ചെയ്തു, നമ്മൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് ഒരു റിപ്ലൈ കിട്ടാനുള്ള ഒരു വഴി നമുക്കില്ല, ആരുമില്ല, നമുക്കൊരു കോൺടാക്ട് ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ ഈ ഇഷ്യൂസ് മാക്സിമം സോൾവ് ചെയ്യാനും ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്തിട്ട് നമുക്കൊരു റെസ്പോൺസ് കിട്ടാനുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓപ്പർച്യൂണിറ്റിയുടെ ഇഷ്യൂ, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്നുള്ള ഇഷ്യൂ. അപ്പോൾ അതെങ്ങനെ ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സിമ്പിൾ ഒരു ഓപ്പറേറ്റർ ബേസ്ഡ് ഒരു സെർച്ച് സിസ്റ്റം ഉണ്ട്, ഓൾറെഡി ഉള്ളതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അത് ട്വീക്ക് ചെയ്ത് നമ്മളൊരു രീതിക്ക് നമുക്ക് ആക്കാൻ പറ്റും. അതിനാണ് ബൂലിയൻ സെർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബൂലിയൻ സെർച്ച് എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളും ഓപ്പറേറ്റേഴ്സ്, ഇപ്പോൾ ഡബിൾ കോട്ട്സ് ഉണ്ടാവാം. ഇപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ആഫ്റ്റർ എന്നുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും, ആൻഡ് എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ടാവും, ഓർ എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു എക്സാക്ട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാൻ ആണ് നമ്മളിത് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ ലെറ്റ്സ് സേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഒരു അലേർട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അതിപ്പോൾ ഈ ഫുൾ പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് ഇനി ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്തിട്ട് ഞാൻ കവർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം ഞാൻ കവർ ചെയ്യാൻ പോണത് എന്തൊക്കെ ടേംസും സിമ്പിൾസും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകണമെന്നുള്ള ഈ ബൂലിയൻ സെർച്ചിന്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാം, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ ഇതിൽ ഡബിൾ ബ്രാക്കറ്റ്സ് ഉണ്ട്, ഡബിൾ കോട്ട്സ് ഉണ്ട്, സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉണ്ട്, ആഫ്റ്റർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ഓരോരോ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് റെലവെൻ്റ് ആയിട്ട് ഏതാ വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് ആഫ്റ്റർ ഓപ്പറേറ്റർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇനീഷ്യലി പറഞ്ഞൊരു ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ബീങ് ഔട്ട്ഡേറ്റഡ്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണുന്നത് വളരെ പഴയ ജോബ് ഓപ്പണിങ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ജോബ് ഓപ്പണിങ്സ് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ആഫ്റ്റർ ഓപ്പറേറ്റർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആഫ്റ്റർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രം മതി എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഒരു മാസം പഴക്കമുള്ള ജോലി മാത്രം, പോസ്റ്റ് ചെയ്ത ജോലി മാത്രം നമുക്ക് നോക്കിയാൽ മതി എന്നുള്ളതായി. അപ്പോൾ അങ്ങനെ അതേപോലെ നമുക്ക് കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എനിക്കൊരു ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്കൊരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ടും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ആൻഡ് ഓപ്പറേറ്റർ ഫോർ എക്സാമ്പിൾ യൂസ് ചെയ്താൽ നമുക്ക് ഈ രണ്ട് റോളിലും ഉള്ള സെർച്ച് റിസൾട്ട്സ് ഒരൊറ്റ സെർച്ചിൽ തന്നെ നമുക്ക് കിട്ടും, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്യേണ്ട. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന റോളുകളൊക്കെ നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള റോളുകളാണ്, റിമോട്ട് ആയിട്ടുള്ള റോളുകളാണ്, ഇത് രണ്ടും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് തന്നെ ഗൂഗിളിൽ തന്നെ ഞാൻ ഇത് ചെയ്യാം. ഇതിലിപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോംപ്റ്റാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സെർച്ചാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ പേസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ എക്സാമ്പിൾ എന്താണെന്നുള്ളത് ഞാൻ കവർ ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുക്കുന്ന സിനാരിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്വാണ്ടിറ്റി സർവേയിങ് ഗ്രാജുവേറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ QS വർക്ക് ചെയ്യണവർക്ക് അറിയാം അതിൻ്റെ റോളുകൾ എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി നമുക്ക് ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്യാം, എസ്റ്റിമേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം, കോൺട്രാക്ട്സ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു ജൂനിയർ ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്യാം, ഓർ സീനിയർ ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്യാം. എന്നൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള റോളുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഓപ്പറേറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ റോളുകളൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അപ്പോൾ ഈ റോളുകൾക്കൊക്കെ റെലവെൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് വരും. ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ഈ ഓറിൻ്റെയും ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലെറ്റ്സ് സേ ക്വാണ്ടിറ്റി സർവേയർ ആൻഡ് ലെറ്റ്സ് സേ എൻട്രി ലെവൽ എന്ന് എഴുതിയാൽ എൻട്രി ലെവൽ ക്വാണ്ടിറ്റി സർവേയിങ് പോസ്റ്റുകൾ മാത്രം വരുള്ളൂ. ഞാൻ ജസ്റ്റ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടിന് വേണ്ടി പറഞ്ഞതാണത്. ലെറ്റ്സ് സേ നമുക്ക് എൻട്രി ലെവൽ ക്വാണ്ടിറ്റി സർവേയർ റോളുകളാണ് വേണമെങ്കിൽ ആൻഡ് എന്നും കൂടെ ഒരു ഓപ്പറേറ്റർ ഇൻക്ലൂഡ് ചെയ്താൽ ഈ രണ്ട് ടേമുകളും കൂടെ ഉള്ള സെർച്ച് ആണെങ്കിൽ മാത്രമേ ഇത് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിലും നമുക്ക് നമ്മളെ സെർച്ച് ഫൈൻ ട്യൂൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഈ റോളുകളൊക്കെ വർക്ക് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. പക്ഷേ ലെറ്റ്സ് സേ ഈ 1 ഫെബ്രുവരി 2024 കഴിഞ്ഞിട്ടുള്ള ജോബുകൾ മാത്രം എനിക്ക് മതി. ഇപ്പോൾ ഇതും കുറച്ച് ഫാർ അവേ ആണ്. അപ്പോൾ ഇതൊന്നും കൂടെ എഡിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഓഗസ്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ലെറ്റ്സ് സേ നമുക്ക് ഓഗസ്റ്റ് 1 മുതലുള്ള ജോബുകൾ മാത്രം നമുക്ക് മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം.
എന്നിട്ട് ഞാൻ ഗൂഗിളിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ ഗൂഗിളിലേക്ക് മൂവ് ചെയ്തിട്ട് ഇത് ഞാൻ വെറുതെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഡേറ്റ് ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാം, ഇത് ഡേറ്റ്, മന്ത്, ഇയർ എന്നാണ്. അപ്പോൾ ഡേറ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്, പിന്നെ മന്ത്, പിന്നെ ഫസ്റ്റിലാണ് ഇയർ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫെബ്രുവരി എന്നുള്ളത് 02 എന്ന് പറഞ്ഞ ഫെബ്രുവരി മാറ്റിയിട്ട് നമ്മൾ 08 ആക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഓഗസ്റ്റ് 1 മുതലുള്ള ജോലികൾ മാത്രം നമുക്ക് മതി. എന്നിട്ട് ഞാനത് സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി കാണാം ഇതൊക്കെ പുതിയ ജോബുകളാണ്. ഇത് 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത ജോബുകളാണ്, 6 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത ജോബുകളാണ്. നമുക്കിത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ, വ്യൂ ഓൾ ജോബ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ ജോബ് പോസ്റ്റിങ്ങുകൾ കാണാനും പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിൽ കാണാം. ഞാൻ എൻ്റെ ഏരിയ ദോഹ ആയതുകൊണ്ട് ദോഹ ബേസ് ചെയ്തുള്ള ജോബുകളാണ് കാണുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുകയും ചെയ്യാം എവിടുത്തെ ജോബുകളാണ് എനിക്ക് കാണേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിത് പെട്ട സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ദോഹയിൽ ബേസ് ചെയ്തുള്ള ജോബുകളൊക്കെ കാണാം. ക്വാണ്ടിറ്റി സർവേ ഫോർ എക്സാമ്പിൾ 2 ഡേയ്സ് മുമ്പ് ഒരാൾ ഈ ജോബ് പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട്. 6 ഡേയ്സ് മുമ്പ് ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ട്. 2 ഡേയ്സ് മുമ്പ് ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ട്. 2 ഡേയ്സ് മുമ്പ് ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോട്ടീസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ജോബ് പോസ്റ്റിങ്സ് ആണ് ഞാൻ ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താലൊക്കെ 1 ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ജോബ് പോസ്റ്റിങ്ങുകൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സർട്ടൻ ഓപ്പർച്യൂണിറ്റി 18 hours മുമ്പാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ ഗൂഗിൾ ബൂലിയൻ സെർച്ചിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടമാനം വെബ്സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. നമ്മളിപ്പോൾ ലിങ്ക്ഡിനിൽ പോയി ജോബുകൾ സെർച്ച് ചെയ്യും, ഇൻഡീഡിൽ പോയി ജോബുകൾ സെർച്ച് ചെയ്യും, ഗ്ലാസ് ഡോറിൽ പോയി ജോബുകൾ സെർച്ച് ചെയ്യും, നോക്കറി ഗൾഫിൽ പോയി ജോബുകൾ സെർച്ച് ചെയ്യും. ഈ മൾട്ടിപ്പിൾ ജോബ് സൈറ്റ്സിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് എല്ലാ ജോബ് സൈറ്റിലും നമുക്ക് റെലവെൻ്റ് ആയിട്ടുള്ള ജോബുകൾ ഒരൊറ്റ ഇതിൽ ഗൂഗിളിൽ തന്നെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ എസ്റ്റിമേറ്റർ MEP എന്ന് പറഞ്ഞ റോള്, ഇത് ലിങ്ക്ഡിനിലുള്ള റോളാണ്, ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത റോളാണ്. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ചിൽ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കറക്റ്റ് അങ്ങോട്ടേക്കാണ് പോവുക. സിമിലർലി ഇപ്പോൾ ഈ കോൺട്രാക്ട്സ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ റോൾ 5 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തത്, ഇത് ഇൻഡീഡിൽ പോസ്റ്റ് ചെയ്ത ജോബാണ്. അപ്പോൾ നമ്മളൊരു ഹ്യൂജ് ടൈം സേവിങ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും, ഇപ്പോൾ ഇതിലുള്ള എല്ലാതും വേറെ വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ഇട്ടേക്കുന്ന ജോബുകളാണ്. അപ്പോൾ നമ്മൾ ഈ ജോബ് സൈറ്റുകളെല്ലാതും നമുക്ക് പോയി നോക്കേണ്ട ആവശ്യമില്ല. ഇനി സിംഗിൾ സെർച്ചിൽ തന്നെ എല്ലാ റെലവൻറ്റ് വെബ്സൈറ്റിൽ നിന്നുള്ള ജോബ് പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇത്രയും ജോബ്സ് ഉണ്ട് ലെറ്റ്സ് സേ ലാസ്റ്റ് ഒരു 1 മന്തിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. സിമിലർലി ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു സംഭവം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്ന് ആലോചിച്ചു. ഈ ഇന്നൊരു സംഭവം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ലെറ്റ്സ് സേ നിങ്ങളുടെ മെയിലിൽ, ഇപ്പോൾ നിങ്ങൾ എന്ത് മെയിലിലാണ് നിങ്ങൾ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെയിലിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വരും. ഡെയിലി അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഈ ജോബ് 2 days ago ആണ്. ഇനിയിപ്പോൾ നാളെ ഒരു പുതിയ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിൽ ഒരു അപ്ഡേറ്റ് വരും, ഇന്നൊരു ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളായിരിക്കും ബേസിക്കലി ഈ ഒരു അപ്ഡേറ്റ് സെറ്റ് ചെയ്താൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഫസ്റ്റായിട്ടൊരു ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്ന ആൾ. ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ഡെയിലി പോയി നോക്കേണ്ടെന്ന് ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ ഡയറക്റ്റ്ലി ഗൂഗിൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആവും. കറക്റ്റ് റൈറ്റ് ടൈമിൽ ഏറ്റവും ആദ്യത്തെ അപ്ലിക്കൻസിൽ പെട്ടിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ജോബ് ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ സെർച്ച് ചെയ്താൽ, ഞാനിപ്പോൾ സിമിലർലി പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടൻ ജോബുകൾ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ നമ്മളെ റെസ്യൂമെയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമുക്ക് കാണാനുണ്ടെങ്കിൽ നമുക്ക് സർട്ടൻ ജോബ് നമ്മൾ സേവ് ചെയ്തിടാം. ഇത് നമുക്ക് നമ്മളെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം, നമ്മൾ എന്തൊക്കെ ജോബുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൂള് നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യണത്. ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഗൂഗിൾ തന്നെ നമുക്ക് വേണ്ട ജോബ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്യും. നമ്മൾ ഗൂഗിളിൽ ജോബ് അലേർട്ട്സ് സെറ്റ് ചെയ്തിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഫസ്റ്റ് പ്രോസസ്സ് കഴിയുകയാണ്. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്രോസസ്സിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുക എന്നുള്ളത്, അതിൻ്റെ സ്റ്റേറ്റസ് അറിയുക എന്നുള്ളതൊക്കെ. അപ്പോൾ വൺസ് അഗെയിൻ നമ്മൾ കോമൺലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയില്ല ആരായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നറിയില്ല, ആരുടെ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങിക്കണം എന്നറിയില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂസാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോണതും നമ്മൾ ടാക്കിൾ ചെയ്യാൻ നോക്കുന്നതും. ഇതിന് നമുക്ക് മെയിൻലി വേണ്ടതെന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ പോലത്തെ ഒരു ജോബ് പ്ലാറ്റ്ഫോം. ഈ ജോബ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടമാനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണവരാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണവരാണ്, ഫേസ്ബുക്ക് യൂസ് ചെയ്യണവരാണ്. അതിലൊക്കെ നമുക്ക് നല്ല എക്സ്പെർട്ടീസ് ഉണ്ട്. ആ ഒരു എക്സ്പെർട്ടീസ് തന്നെ നമ്മൾ ലിങ്ക്ഡിനിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിങ്ക്ഡിൻ നല്ലോണം യൂസ് ചെയ്യാം. കാരണം ലെറ്റ്സ് സേ നമ്മൾ ജോബ് പോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ആളില്ല എന്ന് പറയുന്നത് നമുക്ക്
കുറേ കമ്പനികളുടെ കേസിൽ അത് കറക്റ്റ് അല്ല. എന്ന് വെച്ചാൽ നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ തന്നെ ആ ജോബ് പോസ്റ്റ് ചെയ്ത് മെയിൻലി ഒരു റിക്രൂട്ടർ ആയിരിക്കും ആ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ റിക്രൂട്ടറായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണതുള്ളൂ. അപ്പോൾ നമുക്ക് ലിങ്ക്ഡിനിൽ അത്യാവശ്യം നെറ്റ്വർക്ക് ഉണ്ട് ആ കമ്പനിയുടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ എംപ്ലോയീസിനെ വ്യൂ ചെയ്യാം, ആ കമ്പനിയുടെ ആരാ റിക്രൂട്ടർ എന്ന് നമുക്ക് നോക്കാം, അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റണതുള്ളൂ. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ഔട്ട് പ്രോസസ്സ് അല്ല. നമുക്ക് കറക്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആളെ കണ്ടുപിടിക്കാൻ പറ്റണതുള്ളൂ. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഞാൻ കവർ ചെയ്യാൻ പോണത്. എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മാത്രമല്ല, എങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ കവർ ചെയ്യാം. പിന്നെ അതല്ലാണ്ട് ഒരു പ്ലാറ്റ്ഫോമും കൂടെ ഞാൻ കവർ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് പ്രോസസ്സസിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമാണ്. ബിസിനസ്സസ് ടു ബിസിനസ്സസ് കണക്ട് ചെയ്യണ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇത് എൻ്റെ ഒരു യൂസ് അനുസരിച്ച് ജോബ് സീക്കേഴ്സിനും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഫഷണൽസിനായിട്ടാണെങ്കിലും നമ്മളിപ്പോൾ ഈ നോക്കി വെച്ച റിക്രൂട്ടേഴ്സിൻ്റെ ആണെങ്കിലും ഫോൺ നമ്പേഴ്സും ഇമെയിൽ ഐ ഡീസൊക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ കിട്ടണതാണ്. ലുഷ എന്നാണ് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമും കൂടെ ഞാൻ കവർ ചെയ്യും. പിന്നെ നമ്മൾ ഇനീഷ്യലി കവർ ചെയ്ത പോലെ നമ്മളിപ്പോൾ ബൂലിയൻ സെർച്ച് ഗൂഗിളിൽ യൂസ് ചെയ്തു. ഈ സിമിലർ ബൂലിയൻ സെർച്ച് നമുക്ക് ലിങ്ക്ഡിനിലും യൂസ് ചെയ്യാം. ഈ സെയിം ഓപ്പറേറ്റേഴ്സ്, ലെറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞ ആൻഡ് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്റർ, ആഫ്റ്റർ ഓപ്പറേറ്റർ, ഡബിൾ കോട്ട്സ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിനിലും റെലവൻ്റ് ആണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ മെയിൻലി ഈ ഒരു ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യണതിനൊരു പേർപ്പസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിനിൽ എല്ലാ പോസ്റ്റുകളും ജോബ് പോസ്റ്റുകളും ആക്ച്വൽ ജോബുകളായിട്ടല്ല പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവാം. ചിലവരത് അവരുടെ റെഗുലർ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യായിരിക്കും, ഇന്നൊരു ജോബ് അവൈലബിൾ ആണ്, ഇന്നൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നൊരു ഇമെയിലിലേക്ക് CV സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റായിട്ട് ഇടും. അപ്പോൾ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇടുന്നതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് വിസിബിലിറ്റി ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലിങ്ക്ഡിനിൽ തന്നെ ജോബ് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇനീഷ്യലി നമുക്കൊരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി, ഇനിയും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂലിയൻ സെർച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് എന്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് എന്ന് വെച്ചാൽ ആൾക്കാർ ജോബ് പോസ്റ്റായിട്ട് ഇടാത്ത ജോബുകൾ, എന്ന് വെച്ചാൽ അവരത് വെറും റെഗുലർ പോസ്റ്റായിട്ട് ഇടുന്ന ജോബുകൾ. അപ്പോൾ ഇങ്ങനത്തെ ജോബുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം ആൾക്കാരത് കണ്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ കാണുന്ന വളരെ ഫ്യൂ ആൾക്കാരിൽ നമ്മൾ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമിലർലി ഞാനൊരു സെയിം സിനാരിയോ ആണ് എടുക്കുന്നത്. ഞാൻ ഇനീഷ്യലി എടുത്ത പോലെ ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് ജൂനിയർ സിവിൽ എഞ്ചിനീയർ ആയിട്ടോ ക്വാണ്ടിറ്റി സർവേയർ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ നമുക്ക് ലിങ്ക്ഡിനിലേക്ക് മൂവ് ചെയ്തിട്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലിങ്ക്ഡിനിലേക്ക് മൂവ് ചെയ്തേക്കാണ്. ഞാൻ ഈ സെർച്ച് ഇനീഷ്യലി ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനതൊന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോണത് 2 ഓപ്പറേറ്റേഴ്സാണ്. ജസ്റ്റ് ആൻഡ് ഓപ്പറേറ്ററും ഈ ഡബിൾ കോമ ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് എനിക്ക് ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയറിന് ഹയർ ചെയ്യണ ആൾക്കാരെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, ഹയർ ചെയ്യണ പോസ്റ്റുകളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇപ്പോൾ ജോബ് പോസ്റ്റുകളിൽ കാണും ഹയറിങ് എന്ന് എഴുതിയിട്ടുണ്ടാവും, വി ആർ ഹയറിങ്, അല്ലെങ്കിൽ വി ആർ ലുക്കിംഗ് ഫോർ ഓർ വാണ്ടഡ് എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ട് കാണാം. അപ്പോൾ എനിക്ക് ഹയറിങ് എന്നുള്ള ഒരു ടേം എനിക്ക് വേണം. അപ്പോൾ കാരണം ആ പോസ്റ്റിൽ ആ വാക്കുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹയറിങ് എന്നുള്ളൊരു വാക്ക് എഴുതി, അത് ഡബിൾ കോട്ട്സിലിട്ടു, ആൻഡ് എന്നുള്ള ഓപ്പറേറ്റർ എഴുതി. കാരണം അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹയറിങ് എന്നുള്ള വാക്കും വേണം, നമ്മളെ റോളിന് വേണ്ടിയിട്ടായിരിക്കണം ഹയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്വാണ്ടിറ്റി സർവേയർ എന്നുള്ളൊരു ടെർമിനോളജിയും കൂടെ ഞാൻ ഡബിൾ കോട്ട്സിൽ അടിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പോസ്റ്റായിട്ട് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനീഷ്യലി വരുമ്പോൾ എല്ലാതും കൂടെ ആയിരിക്കും വരിക, ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും വരിക. അപ്പോൾ എനിക്ക് കാണേണ്ടത് പോസ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ പോസ്റ്റുകൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതിലിപ്പോൾ 1 by 1 എനിക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിലിപ്പോൾ വേറെ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ കണ്ടമാന രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കൺട്രി ബേസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ സിമിലർലി ഇപ്പോൾ ഇതിൽ ഞാൻ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കാണാം എനിക്കിങ്ങനെ കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വൺസ് അഗൈൻ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ക്വാണ്ടിറ്റി സർവേയറിനെ ഹയർ ചെയ്യണ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതും ഇമ്മീഡിയറ്റ്ലി ഒരു ക്വാണ്ടിറ്റി സർവേയറിനെ ഹയർ ചെയ്യുന്നുണ്ട് UAE. ഇതൊരു ക്വാണ്ടിറ്റി സർവേയറിനെ ഹയർ ചെയ്യുന്നുണ്ട് UK. സിമിലർലി KSAയിൽ ഒരു ക്വാണ്ടിറ്റി സർവേയറിനെ ഹയർ ചെയ്യുന്ന പോസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു
ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളായിരിക്കും. അതുമാത്രമല്ല വളരെ റീസെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ആദ്യം വരിക. ഇപ്പോൾ ഇത് 2 ദിവസം മുമ്പാണ്. ഓക്കെ, ഈ നമ്പർ ഖത്തറിലെ നമ്പറാണ്. ഖത്തറിൽ ഹയർ ചെയ്യുന്നുണ്ട് ഒരാൾ. അപ്പോൾ സിമിലർലി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ 3 days 2 days ഒക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തേക്കുന്നതാണ്, 1 day. അപ്പോൾ മോസ്റ്റ്ലി ഒരു 1 month ഗ്യാപ്പിൻ്റെ ഉള്ളിലുള്ള പോസ്റ്റുകളൊക്കെ ഇതിൽ നമുക്കിപ്പോൾ കാണാം. എല്ലാവരും ക്വാണ്ടിറ്റി സർവേസിനെ ഹയർ ചെയ്യണ പോസ്റ്റുകൾ. അപ്പോൾ യൂഷ്വലി ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റുകൾ ജോബ് പോസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവില്ല, വേറെ വെബ്സൈറ്റുകളിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ തന്നെ ഇത് ജോബ് പോസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഇതിങ്ങനെ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇതിന് 2 ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അധികം ആൾക്കാർ കാണാത്ത പോസ്റ്റുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ സർട്ടൻ പോസ്റ്റിനൊക്കെ 7 likes ഉള്ളൂ. അപ്പോൾ അത്രയും ആൾക്കാർ ഇത് കണ്ടിട്ടുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആരത് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യണമെന്ന് അറിയണ ഒരു വൈറ്റൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഈ സർട്ടൻ റിക്രൂട്ടറാണ് ഇത് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഡയറക്റ്റ്ലി റിക്രൂട്ടറിനെ തന്നെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ലിങ്ക്ഡിനിൽ കണ്ടമാന രീതിയിൽ നമുക്ക് സെർച്ചസ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സെർച്ചസ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു സർട്ടൻ കമ്പനി ഞാൻ കണ്ടു, അവിടെ ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ട്, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു HR-നൊക്കെ ആയിട്ട്. HR റെസ്പോണ്ട് ചെയ്തു, മേ ബി നമ്മൾ ഇന്ന കാര്യങ്ങളിൽ ലാക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമിന് നമ്മൾ ക്വാളിഫിക്കേഷൻസ് പോരാ എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ലിങ്ക്ഡിനിൽ തന്നെ പ്രൊഫഷണൽസിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെ സ്വന്തം റോളിൽ തന്നെ നമ്മളെക്കാളും ഇപ്പം നമ്മൾ നോക്കുന്ന റോളിൽ തന്നെ നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ റോളിൽ നിന്ന് പ്രോഗ്രസ് ചെയ്തിട്ട് ഒരു ഹയർ ലെവലിൽ എത്തിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണതുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സും ഞാനിപ്പോൾ ഡീറ്റെയിൽ ചെയ്ത് തരാം. ഇപ്പോൾ ഇതിൽ നിങ്ങളൊരു ഡ്രീം റോൾ, ലെറ്റ്സ് സേ ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഒരു സീനിയർ ക്വാണ്ടിറ്റി, ലെറ്റ്സ് സേ 3 or 5 years ഡൗൺ ദ ലൈൻ അവർക്കൊരു സീനിയർ ക്വാണ്ടിറ്റി സർവേയർ ആയിരിക്കണം എന്നായിരിക്കും. അപ്പോൾ ഞാൻ സീനിയർ ക്വാണ്ടിറ്റി സർവേയർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഖത്തറിൽ വർക്ക് ചെയ്യണ സീനിയർ ക്വാണ്ടിറ്റി സർവേസാണ് ഇമ്മീഡിയറ്റ്ലി എനിക്ക് വന്നത്, എൻ്റെ ലൊക്കേഷൻ ബേസ്ഡ് സെർച്ച് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവരായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതും ആൻഡ് കമ്പനി വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സേ നമ്മളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണെങ്കിൽ ആ കമ്പനി തന്നെ വർക്ക് ചെയ്യണ സീനിയർ ക്വാണ്ടിറ്റി സർവേസിനായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ജനറലി നമ്മളെ ആപ്ലിക്കേഷൻ ഒരു HR ഇത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ സൈഡിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇതേപോലത്തെ ഇൻഡിവിജ്വൽസിന് സെൻഡ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം എവിടെയാണ് നമ്മൾ ലാക്കിങ്, എന്ത് രീതിയിലൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. നമ്മളിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും അവരോട് ചോദിക്കാം. ആ ഒരു ജോബ് റോളിന് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജനറലി ചോദിക്കാം എന്തൊക്കെയാണ്, ഇപ്പോൾ അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിസ്റ്റമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂക്ക് മുമ്പ് തന്നെ, ലെറ്റ്സ് നമുക്ക് ഇൻ്റർവ്യൂക്ക് വിളിക്കണേക്കാളും മുമ്പ് തന്നെ നമുക്കൊരു സ്റ്റഡി നമുക്ക് ചെയ്യാൻ പറ്റണതുള്ളൂ. നമുക്ക് ഈ കമ്പനി വർക്ക് ചെയ്യണ പ്രൊഫഷണൽസിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് കണ്ടമാനം ലെസൺസ് നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു റൈറ്റ് അപ്രോച്ചിലാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കണ്ടമാനം ആൾക്കാർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും, നന്നായ ഒരു ആൾക്കാർ വിസ്ഡം ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സിമിലർലി ഇപ്പോൾ നമുക്ക് എന്ത് റോളിനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നമുക്ക് പീപ്പിൾ എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ആ ജോബ് റോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കിട്ടും. ദാറ്റ്സ് നമ്മളൊരു ഡ്രീം റോൾ കൊടുക്കണതായിരിക്കും നമുക്ക് നല്ലത്. എന്ന് വെച്ചാൽ 3 to 5 years അല്ലെങ്കിൽ 5 to 10 years ടൈം ഹൊറൈസണിൽ നമുക്ക് എവിടെ എത്തണം എന്നുള്ളൊരു റോള് നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു റോള് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ളവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, എങ്ങനെ അവർ ഈ ഒരു റോളിലേക്ക് എത്തി എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. സിമിലർലി ഇപ്പോൾ നമ്മളൊരു നല്ലൊരു കണക്ഷൻ 4G ചെയ്യുകയാണെങ്കിൽ അവരുടെ നെറ്റ്വർക്കിലൂടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് നമ്മൾ റെഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, നെറ്റ്വർക്കിങ്ങിൻ്റെയും ലിങ്ക്ഡിൻ പ്രോപ്പർലി യൂസ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ്. എന്ന് വെച്ചാൽ നമുക്ക് കുറേ റോഡുകൾ ബ്ലോക്ക്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇപ്പോൾ ഈ ഒരു കറൻറ്റ് സിനാരിയോയിൽ. പക്ഷെ നമ്മൾ പ്രോപ്പർലി നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ റോഡ് ബ്ലോക്കുകളൊക്കെ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിനാണ് നമുക്കൊരു ആക്സസ് കിട്ടുന്നത് ലിങ്ക്ഡിൻ നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്യുമ്പോൾ. കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആരുമില്ല. ഇപ്പം നമ്മൾ ലിങ്ക്ഡിനിൽ അത്യാവശ്യം കണക്ഷൻസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവരെ മ്യൂച്വൽ കണക്ഷൻസ് ഒക്കെ നമുക്ക് വിസിബിൾ ആവും, നമുക്ക് കണ്ടമാനം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതൊക്കെ ജോബ് റോൾസിന് കൊടുക്കണമെന്നുണ്ടാവോ അതൊക്കെ നമുക്ക് പ്രോപ്പർലി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട്. നെക്സ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ നമുക്കൊരു സെർട്ടൻ എലമെൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിനിൽ നമുക്കൊരു അലുമിനൈ സെർച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം കോളേജിൽ പഠിച്ച ഇൻഡിവിജ്വൽസിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിമിലർ സംഭവം ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കണ്ടമാനം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൺട്രി ഫിൽറ്റേഴ്സ് ഉണ്ട്, ഇവർ വർക്ക് ചെയ്ത പാസ്റ്റ് കമ്പനികൾ, ഇപ്പോൾ ഇവർ പഠിച്ച സ്കൂൾ. ഇപ്പോൾ ഇതിൽ സിമിലർലി ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജ് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു റോള് വർക്ക് ചെയ്യുന്ന നമ്മളെ കോളേജിൽ പഠിച്ച, അല്ലെങ്കിൽ നിങ്ങളെ കോളേജിൽ പഠിച്ച ഒരു ഇൻഡിവിജ്വലിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിൻ്റെ ചാൻസ് വളരെയധികം കൂടും. ഇപ്പോൾ നമ്മളൊരു ഡ്രീം റോൾ, ഒരു സീനിയർ ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വന്തം കോളേജിൽ പഠിച്ച്. അപ്പോൾ അതാകുമ്പോൾ അവർ നാച്ചുറലി നിങ്ങൾ ലിങ്ക്ഡിൻ ത്രൂ ആണ് മെസ്സേജ് റിക്വസ്റ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പ്രൊഫൈൽ റിവ്യൂ ചെയ്യുമ്പോൾ നോട്ടീസ് ചെയ്യും സെയിം കോളേജിൽ പഠിച്ചതാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ഇൻട്രാക്ഷൻസ് ആണ്. കാരണം ഓരോ ഇൻട്രാക്ഷനിൽ നിന്നും നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഡ്രീം റോൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലത്തുള്ളവരായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യണത്. അപ്പോൾ അവർ തരുന്ന ഒരു വിസ്ഡം നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സിമിലർലി നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു അലുമിനൈയുടെ ഒരു ഫിൽറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ കണ്ടമാനം ഫിൽറ്റേഴ്സ് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലവർ നെയിം നമുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലവരുടെ പേര് നമുക്ക് അറിയുകയാണെങ്കിൽ ആ പേര് വെച്ചിട്ട് പോലും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നമ്മളത് പ്രോപ്പർലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ കവർ ചെയ്യാൻ പോണത് ലുഷ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലുഷ ഞാൻ ഇവിടുത്തെ ഒരു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസിനും ബിസിനസ് ഡെവലപ്മെൻറ്റിനും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ ഇത് ഒരു ബിസിനസ് ടു ബിസിനസ് കണക്ഷൻസിന് മാത്രമല്ല, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കണക്ഷൻ, അല്ലെങ്കിൽ ജോബ് സീക്കർ ടു റിക്രൂട്ടർ ഓർ റെലവൻറ്റ് പ്രൊഫഷണൽ കണക്ഷന് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ കവർ ചെയ്യാണ്. ലുഷയുടെ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ ഒരു ബാരിയർ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാവണമെന്നാണ്. അപ്പോൾ നമുക്കൊരു വർക്ക് ഇമെയിൽ ഐ ഡി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ലുഷ എഫക്റ്റീവ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലുഷയുടെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ലുഷയിൽ നമുക്കിപ്പോൾ ലുഷ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുക. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ യൂസ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഇനീഷ്യലി ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ലെറ്റ്സ് സേ പവർ ഇൻ്റർനാഷണൽ ഹോൾഡിങ്ങിൽ 18 hours മുമ്പ് ഒരു റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവർ ഇൻ്റർനാഷണൽ ഹോൾഡിങ്ങിൽ ആരെങ്കിലും ആയിട്ടും എനിക്ക് കണക്ട് ചെയ്താലും നല്ലതായിരിക്കും. ലെറ്റ്സ് സേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട്, ലെറ്റ്സ് സേ ഈ പോസ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഫോളോ അപ്പ് ചെയ്യണം ആരെങ്കിലും ആയിട്ട്. അപ്പോൾ ലിങ്ക്ഡിൻ ത്രൂ ഞാൻ ട്രൈ ചെയ്തു. ലെറ്റ്സ് സേ എനിക്ക് ലിങ്ക്ഡിൻ ത്രൂ പറ്റിയില്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു ടൂളും കൂടെ നമുക്കുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ പവർ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് വരും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നത് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യണ കണ്ടമാനം ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്ക് വരും. ഇപ്പോൾ ഈ ഒരു കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ വരുള്ളൂ. അപ്പോൾ ലുഷയുടെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ലുഷ ഒരു നമ്പർ ഓഫ് ഇമെയിലും ഒരു നമ്പർ ഓഫ് ഫോൺ ക്രെഡിറ്റ്സും നമുക്ക് തരും. ഇതെങ്ങനെ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, എനിക്കൊരാളെ ഇൻഫർമേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അയാളുടെ പേരിൻ്റെ അടുത്ത് ഒരു ഫോണിൻ്റെ ഐക്കൺ ഉണ്ടാവും. ഇത് അയാളുടെ ടെലിഫോൺ നമ്പർ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഗ്രേഡ് ഔട്ടാണ്. അപ്പോൾ ഇതിൽ മൂപ്പരുടെ ടെലിഫോൺ നമ്പർ ഇല്ല. പിന്നെ ഉള്ളത് ഒരു ഫോൺ നമ്പർ ആയിരിക്കും, പിന്നുള്ളത് മൊബൈൽ നമ്പർ ആയിരിക്കും, പിന്നെ ഇമെയിൽ ഐ ഡി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പുള്ളിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് പോവാം. എനിക്ക് പുള്ളിയുടെ ഫോൺ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ട്, പുള്ളിയുടെ ഇമെയിൽ ഐ ഡി കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് ലെറ്റ്സ് സേ എനിക്ക് ഈ ഒരു സർട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എനിക്ക് മൂപ്പര് ഇമെയിൽ വിസിബിൾ ആവും. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഫോൺ നമ്പർ വിസിബിൾ ആവും. അപ്പോൾ കണ്ടമാനം ഇപ്പോൾ പവർ ഇൻ്റർനാഷണൽ ഹോൾഡിംഗിൽ ഇത്രയും എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, ഓൾമോസ്റ്റ് 8 pages ഓഫ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെർട്ടിക്കുലർലി നമ്മളെ റെസ്യൂമെ സബ്മിറ്റ് ചെയ്തിട്ട് ആ റെസ്യൂമെ റിവ്യൂ ചെയ്യണ ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലെറ്റ്സ് സേ സിമ്പിളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ നമുക്ക് HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായിരിക്കും നമ്മളെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്. എന്താ വെച്ചാൽ നമ്മുടെ റെസ്യൂമെ ആദ്യം റിവ്യൂ അവരായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ളതൊന്നും വേണ്ട, എനിക്ക് HR ആൾക്കാരെ മാത്രം മതി. അപ്പോൾ ഞാൻ HR മാത്രം ഇൻക്ലൂഡ് ഞെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി HR ടീമിൽ വർക്ക് ചെയ്യണ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഇവരൊക്കെ ഇത് ടാലൻറ്റ് അക്വിസിഷൻ മാനേജറാണ്, അതെല്ലാം ടാലൻറ്റ് അക്വിസിഷൻ ഓഫീസേഴ്സ് ഉണ്ടാവും. ഇതിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളെ റെസ്യൂമേസ് റിവ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ
നമുക്ക് പ്രോപ്പർലി മനസ്സിലാക്കണമെങ്കിൽ ആരാണ് നമ്മളെ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ റെസ്യൂമേസ് റിവ്യൂ ചെയ്യണമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക്ഡിനിൽ നോക്കിയാൽ മതി. ഇവരുടെയൊക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത നേരെ അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നമുക്ക് പോവാം. അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് അവർ ജനറലി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവർ ലിങ്ക്ഡിൻ ജോബ് എക്സ്പീരിയൻസിൽ. അപ്പോൾ അതിൽ കാണാം നമുക്ക്. അപ്പോൾ നമ്മളൊരു CV ഹാൻഡിൽ ചെയ്യണത് ഇന്നൊരാളാണോ എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യുകയും ചെയ്യാം. അതിനനുസരിച്ച് ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അവരായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യാം. യൂഷ്വലി നമുക്ക് മന്ത്ലി ഒരു 15 മെയിൽ ക്രെഡിറ്റ്സും 5 ഫോൺ ക്രെഡിറ്റ്സ് ആണ് തരുന്നത്. അപ്പോൾ 5 ഫോൺ നമ്പേഴ്സ് നമുക്കൊരു മാസം കിട്ടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇനീഷ്യലി ഒരു പുതിയ അക്കൗണ്ട് ലൂഷയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 25 ക്രെഡിറ്റ്സ് ഇമ്മീഡിയറ്റ്ലി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ മെയിൽ നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് 30 ക്രെഡിറ്റ്സ് ഓൾ ഓഫ് എ സഡൻ നമുക്കൊരു മാസം കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 അപ്ലിക്കേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ജോബ് അപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഒരു 15 അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 15 കമ്പനീസ് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് കറക്റ്റ് ലെറ്റ്സ് HR വർക്ക് ചെയ്യുന്ന ആളെയോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ ഇവിടെ കാണാം, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് പ്രോപ്പർലി കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു പുതിയൊരു ഡോറാണ് ലുഷയും ലിങ്ക്ഡിനൊക്കെ പോലത്തെ പ്ലാറ്റ്ഫോംസ് നമുക്ക് തുറന്നു തരുന്നത്. നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് റിസീവ് ചെയ്യാം. ഓൾസോ നമ്മളിപ്പോൾ പ്രോപ്പർ പ്രൊഫഷണൽസിനായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ടിപ്സും കാര്യങ്ങളും വാങ്ങിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ പ്രൊഫഷണലി ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാൻ പറഞ്ഞ വല്ലൂശ്ശേരി ക്രെഡിറ്റ്സ് നമുക്ക് കാണാം. അതല്ല നമ്മൾ എത്ര ക്രെഡിറ്റ്സ് മന്ത്ലി യൂസ് ചെയ്തു, നമ്മൾ എത്ര ഇമെയിൽസ് കളക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സർട്ടൻ കൺട്രിയിൽ നിന്ന് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സെർച്ചസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ഇവർ ഇതിൽ തന്നെ താഴെ തന്നെ കാണിക്കും, വലിയ വലിയ കമ്പനികളുടെ പേരുകൾ. നമ്മളൊരു സെർച്ചുകൾ അനുസരിച്ച് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ കമ്പനീസ് ആയിരിക്കും അതെന്നുള്ളതൊക്കെ അവർ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 1 സെക്കൻഡ് ടു സമ്മറൈസ്, നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് റെലവൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ നമ്മൾ ടാക്കിൾ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഗൂഗിൾ സെർച്ച് യൂസ് ചെയ്തിട്ട്, ഗൂഗിളിൽ ബൂലിയൻ സെർച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ചു. സെക്കൻഡ്ലി നമ്മൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ ആണെങ്കിൽ, ലുഷ ത്രൂ ആണെങ്കിലൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റണ ആൾക്കാർ നമുക്കുണ്ട്. തേർഡ്ലി ഉള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം മുമ്പ്, പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് റിസീവ് ചെയ്യാൻ എന്നുള്ളതാണ് ഫൈനൽ പാർട്ട് ഞാൻ കവർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ക്രാഫ്റ്റ് ചെയ്യണ മെസ്സേജ്, അല്ലെങ്കിൽ ഒരാളായിട്ടുള്ള ഇനീഷ്യൽ ഇൻട്രാക്ഷൻ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു അപ്രോച്ച് ശരിയല്ലെങ്കിൽ പിന്നെ ആൾക്കാർ റിപ്ലൈ ചെയ്യില്ല, അതോടെ അത് എൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഉള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഔട്ട് ഓഫ് ദി ബ്ലൂ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ആ ഇനീഷ്യൽ മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നമുക്കതിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജനറിക് ആയിട്ടുള്ള മെസ്സേജസ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജനറലി ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവാം. കവറിംഗ് ലെറ്റേഴ്സ് നമ്മൾ സെൻഡ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതിന് നമുക്കൊരു ജനറൽ ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ ഡിയർ സർ, ഡിയർ മാം, ഐ എം വെരി ഹാപ്പി ടു അപ്ലൈ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, ഐ തിങ്ക് മൈ സ്കിൽസ് അലൈൻ വെൽ വിത്ത് യുവർ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം നമ്മൾ സെൻഡ് ചെയ്യും. ബട്ട് അത് യൂഷ്വലി ഒട്ടും പേഴ്സണലൈസ്ഡ് അല്ല. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട പോലെ തന്നെ അത് വായിക്കുമ്പോൾ ഒരൊറ്റ സെൻറ്റൻസ് വായിച്ചാൽ തന്നെ, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് വായിച്ചാൽ തന്നെ ഒരു റിക്രൂട്ടർക്ക് അത് മനസ്സിലാവും ഇതിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു സെയിം മെസ്സേജ് തന്നെയാണ് എല്ലാവർക്കും നമ്മൾ സെൻഡ് ചെയ്യുക. നമ്മളൊരാൾക്ക് അത് പേഴ്സണലൈസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇന്നൊരാളെ സ്റ്റഡി ചെയ്തിട്ട് ആ ആൾക്ക് ബേസ് ചെയ്തിട്ട് നമ്മളൊരു മെസ്സേജ് നമ്മൾ അയക്കാറില്ല. അപ്പോൾ അതാണ് നമ്പർ 1 പോയിന്റ്. എല്ലാവർക്കും മെസ്സേജ് അയക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഇപ്പോൾ ലിങ്ക്ഡിൻ ത്രൂ ഒക്കെ അവരുടെ ഒരു പ്രൊഫൈലൊക്കെ റിവ്യൂ ചെയ്തിട്ട് അവർക്ക് ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ അവർ വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ അവർ ചെയ്തേക്കുന്ന എന്തെങ്കിലും ഒരു ബേസിലാണ് നമ്മൾ മെസ്സേജ് അയക്കേണ്ടത്. ഓരോരോ ആൾക്കാരുടെ ഫൈനായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലിങ്ക്ഡിനിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആണെങ്കിൽ, അപ്പോൾ ആ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ആൾക്കാരെ മെസ്സേജ് ചെയ്യുന്നതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജസ് മാക്സിമം കൺസൈസ് ആക്കുക എന്നുള്ളത്. കൺസൈസ് ആക്കുക എന്ന് വെച്ചാൽ
എന്താ വെച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയുകയും ചെയ്യണം, പക്ഷെ അത് ഏറ്റവും കുറവ് വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യണം. അപ്പോൾ ജനറലി ഒരു 100 to 150 വേർഡ്സിന് മുകളിലാണ് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് എന്നുണ്ടെങ്കിൽ യൂഷ്വലി അത് ആൾക്കാർ വായിക്കില്ല. പിന്നെ നമ്മൾ പ്രോപ്പർലി പാരഗ്രാഫ് ചെയ്തിട്ടില്ല, പ്രോപ്പർലി ഫോർമാറ്റ് ചെയ്തിട്ടില്ല, ഗ്രാമാറ്റിക്കലായിട്ടുള്ള എറേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ ഒരു സിംഗിൾ മെസ്സേജ് കൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തും. ഇപ്പം നമ്മളെ സ്കിൽസ് എത്ര ഉണ്ട്, നമ്മളെ എക്സ്പീരിയൻസ് എത്ര ഉണ്ട് എന്നുള്ള ഭാഗത്തേക്കൊന്നും ആൾക്കാർ എത്തില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ കെയർഫുൾ ആവുക എന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള വേർഡ് കൗണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ കൺസൈസ് ആയിട്ടുള്ള ഒരു വേർഡ് കൗണ്ട് 100 to 150 വേർഡ്സിൻ്റെ ഉള്ളിൽ ഒതുക്കുക, അതിനേക്കാളും മുകളിൽ പോവാതിരിക്കുക, പ്രോപ്പർലി ഫോർമാറ്റ് ചെയ്യുക, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെസ്സേജസിൽ നിന്ന് മിസ്സിങ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോൾ ടു ആക്ഷൻ ഇല്ല നമുക്ക്. മെസ്സേജസിൻ്റെ വളരെ വൈറ്റലായിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു റിപ്ലൈ കിട്ടണമെങ്കിൽ വൈറ്റലായിട്ടുള്ള കാര്യമാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന സംഭവം. അതൊരു വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആവാം. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലേ നമുക്കൊരു ഉത്തരം കിട്ടുള്ളൂ. ഇപ്പോൾ ചിലർ പറഞ്ഞാൽ ഐ ഹോപ്പ് യു റിവ്യൂ മൈ റെസ്യൂമേ ആൻഡ് ഫൈൻഡ് ഇറ്റ് മീറ്റ്സ് യുവർ റിക്വയർമെൻറ്റ്സ് എന്ന് മാത്രം പറയും. അപ്പോൾ അതിലൊരു ചോദ്യമില്ല. ഇപ്പോൾ ഇൻ സം കേസ് ഇപ്പോൾ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ റിപ്ലൈ ഉണ്ടാവും, പക്ഷേ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തില്ലെങ്കിലോ ഒരു റിപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ചെറിയൊരു പീസ് ഓഫ് അഡ്വൈസോ, അപ്പോൾ ലെറ്റ്സ് സേ ഇഫ് യു ഡോണ്ട് ഫൈൻഡ് മൈ റെസ്യൂമേ ഹെൽപ്ഫുൾ, എന്തായിരിക്കും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി ഒരാളെ ജസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് അയാളെ പ്രൊഫൈൽ റിവ്യൂ ചെയ്തിട്ട് അയാളിപ്പോൾ ഒരു സർട്ടൺ ജോബ് റോൾ അയാൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. ബേസിക്കലി ഒരു ചോദ്യം കൊണ്ട് അവസാനിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് മൂപ്പർക്ക്. അതും ഈ ഒരു പ്രൊഫഷണലിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു റിപ്ലൈ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുക ഒരു കോൾ ടു ആക്ഷൻ എപ്പോഴും നമ്മളൊരു മെസ്സേജിൽ ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പോൾ കണ്ടമാനം കാര്യങ്ങളാവാം. ഇപ്പോൾ എസ്പെഷ്യലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അവരെ സ്വന്തം കരിയറിൽ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു, അവർക്ക് എന്തൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റികളാണ് അവർക്ക് കിട്ടിയത്, അവരെന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചത് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോഴാണ് ആൾക്കാരിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി നമ്മളിങ്ങനെ ഒരു കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻഫോർമേറ്റീവ് ഇൻ്റർവ്യൂ ചോദിക്കാം. എന്ന് വെച്ചാൽ നമ്മളെ ഒരു മോക്ക് ഇൻ്റർവ്യൂ അവർ തന്നെ ചെയ്യും. നമ്മളെ ക്വാളിഫിക്കേഷൻസൊക്കെ എന്ത് രീതിയിലൊക്കെയാണ്, നമ്മളെ സ്പെഷ്യലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മളെ സ്ട്രോങ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, നമ്മളെ വീക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിലൂടെ നമുക്ക് എവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു മെൻറ്റർഷിപ്പ് ചോദിക്കാം, നമുക്കൊരു CV റിവ്യൂ ചോദിക്കാം. നമ്മൾ ജോബിന് സെർച്ച് ചെയ്യണ ഒരു പ്രോസസ്സ് പ്രോപ്പറാണോ എന്നുള്ളത് അവരോട് എവാലുവേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ പ്രോപ്പർലി നെറ്റ്വർക്ക് ചെയ്ത് പ്രോപ്പർലി ആൾക്കാരെ അപ്രോച്ച് ചെയ്യണ ഗുണതാണ്. നമുക്ക് കണ്ടമാനം ലോക്ക് ഡോറുകളുടെ ചാവികൾ നമുക്ക് കിട്ടണ പോലെ എന്നിട്ട് അത് മാത്രമല്ല, ഇപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോഗ്രഷനും ഉണ്ട്. നമ്മളൊരു ഇനീഷ്യൽ മെസ്സേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആസ് ഐ സെഡ് നമുക്കൊരു മെൻറ്റർഷിപ്പിലേക്ക് മൂവ് ചെയ്യാം, ഒരു ഇൻഫോർമേഷൻ ഇൻ്റർവ്യൂക്ക് മൂവ് ചെയ്യാം. വളരെ വെൽ ക്വാളിഫൈഡ് ആണ്, നമ്മുടെ അപ്രോച്ച് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് അവർ നമ്മളെ റെഫർ ചെയ്യുകയും ചെയ്യും. ഫൈനലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ കാര്യങ്ങളാണല്ലോ നമ്മൾ ചോദിക്കണത്, ബട്ട് ആസ് മച്ച് ആസ് വി ക്യാൻ നമുക്കൊരു 2-way കോൺവെർസേഷൻ ആക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അവർക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ പഠിച്ച പാഠങ്ങൾ, അവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമുക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഒരു 2-way കോൺവെർസേഷൻ ആയിരിക്കണം. അപ്പോൾ അവർക്ക് നമുക്ക് ഇൻപുട്സ് തരാനുണ്ടാവുകയും ചെയ്യണം, നമുക്ക് പറ്റണ രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷൻസ് ആണെങ്കിലും അവർക്ക് ഫ്രീലാൻസ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വേറെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് റിക്വയർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ റെസ്യൂമിനെ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതുണ്ട്. അത് മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യണ വർക്ക് വളരെ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമുക്കതൊരു റെഫറൻസ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് ആ തേർഡ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് റെസ്പോൺസ് കിട്ടുക എന്നുള്ളത്. ഫൈനലി ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാൻ നമ്മളെങ്ങനെ ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടമാനം ജോബുകൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫീഡ്ബാക്കിന് വേണ്ടി നോക്കുന്നുണ്ട്, നമ്മൾ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. എന്ന് വെച്ചാൽ നമുക്കൊരു ട്രാക്കിംഗ് ഇല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു ജോബിന് ഇന്നൊരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇൻ്റർവ്യൂക്ക് ഷെഡ്യൂൾഡ് ആണ് എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത ജോബ് തന്നെയാണിത്, എനിക്ക് കറക്റ്റ് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അറിയാം, കമ്പനീനെ കുറിച്ച് എനിക്കറിയാം. ആ ഒരു സിനാരിയോയിലായിരിക്കണം. നമ്മളൊരാൾ വിളിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇത് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല എന്നുള്ളൊരു സിനാരിയോയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതാണ് ഈ ട്രാക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സോ എക്സലൊക്കെ യൂസ് ചെയ്തിട്ട്
നമുക്ക് സിമ്പിളായിട്ടൊരു ഒരു ടേബിൾ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തേക്കണ കമ്പനി, ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് ചെയ്തത്, ഇപ്പോൾ ഞാൻ ലുഷ ത്രൂവോ ഞാൻ ലിങ്ക്ഡിൻ ത്രൂവോ ഇന്നൊരാളായിട്ട് ഞാൻ ഫീഡ്ബാക്കിന് വേണ്ടി കണക്ട് ചെയ്യാൻ നോക്കി, ഫീഡ്ബാക്കിന് ഞാൻ കണക്ട് ചെയ്യാൻ അയച്ച മെസ്സേജ് ഇന്നൊരു രീതിയിലെ മെസ്സേജ് ആയിരുന്നു എന്ന് ചെറുതായിട്ട് ഷോർട്ടിൽ എഴുതുക. പിന്നെ എന്തായിരുന്നു അതിനുള്ള റെസ്പോൺസ് എന്നുള്ളത് എഴുതുക. അപ്പോൾ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്നുള്ളത് എഴുതുക. റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് അടുത്തത് ഫോളോ അപ്പ് ചെയ്യാൻ പോകണമെന്നുള്ളത് എഴുതാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു ഗൂഗിൾ ഷീറ്റിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ആ എൻറ്റയർ പ്രോസസ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ ഉണ്ടാവും. എവിടെയൊക്കെ അപ്ലൈ ചെയ്തു, ആരൊക്കെ ആയിട്ട് നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു. നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ലെറ്റ്സ് സേ നമുക്കൊരു ഇനീഷ്യൽ ഒരു ജോബ് ഓഫറിന് ഒരു കോള് വരുമ്പോൾ തന്നെ നമ്മൾ ഹൈലി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാം. കാരണം ആ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അറിയാം, അതാരാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് എന്ത് കമ്പനിയാണെന്ന് എന്നുള്ളതൊക്കെ പറയാം. മേ ബി ഒരു ഇനീഷ്യൽ കോളിൽ തന്നെ ഒരു ചെറിയ ഇൻട്രാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷനിൽ നമ്മൾ എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെ ജനറലി റിക്രൂട്ടർ ചെയ്യണ കോളാണെങ്കിൽ ആ കോൾ തന്നെ അവർ ഇംപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫൈനലി ഞാൻ കവർ ചെയ്യുമ്പോൾ 1-2 ടൂളുകളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിരിക്കണം, ഫോർമാറ്റിംഗ് ഒക്കെ നമ്മൾ നോക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് തന്നെ നമുക്കിപ്പോൾ കണ്ടമാനം AI ബേസ്ഡ് ടൂളുകളുണ്ട്. ഇപ്പോൾ ഗ്രാമർലി പോലത്തെ ടൂളുകളുണ്ട്. നമുക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കറക്റ്റ് ചെയ്യാനും നമ്മുടെ സെൻറ്റൻസസ് ഫോർമാറ്റ് ചെയ്യാനൊക്കെ. അതുമാത്രമല്ല, ഇപ്പോൾ ChatGPT, വേറെ AI ടൂളുകളുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ഹെമിംഗ്വേ ഉണ്ട്, സ്ക്വിൽബോട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെപ്പോഴും ഒരു പ്രോപ്പർ മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മാസ്റ്റർ ആയിരിക്കില്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട്. മേ ബി നമ്മുടെ ലാംഗ്വേജ് ഒരു 100% ആയിരിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്കതൊരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കണ്ടമാനം ടൂളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻസ് നല്ലതാണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ളതെന്നുള്ള രീതിയിലാണ് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ മെസ്സേജ് തന്നെ കിട്ടുന്ന രീതിയിലുള്ള തരുന്ന ടൂളുകളുണ്ട്. ഇപ്പോൾ ChatGPT തന്നെ എനിക്ക് ഇന്ന ആളോട് ഇന്ന രീതിയിലാണ് ഒരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാനത് ടൈപ്പ് ചെയ്ത് തരാം, നിങ്ങൾക്ക് നല്ല ലാംഗ്വേജിൽ ഇതൊന്നും റെഡിയാക്കി തരാൻ പറ്റുമോ എന്നൊരു പ്രോംപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ChatGPT തരുന്നതാണ്. പിന്നെ നമ്മളൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ChatGPT ത്രൂ നമുക്ക് എന്താ പ്രോപ്പറായിട്ട് പറയാനുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ജനറലി ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, വളരെ ലോ എഫേർട്ടായിട്ടാണ് ChatGPT യൂസ് ചെയ്യുക. അപ്പോൾ ഒരു കവർ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഡ്രാഫ്റ്റ് കവർ ലെറ്റർ എന്ന് മാത്രം ചോദിക്കുള്ളൂ. അപ്പോൾ അത് ഒരു പ്രോപ്പർ മെത്തേഡല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ChatGPT ആണ് ബേസിക്കലി നിങ്ങൾക്ക് ഈ ഇൻപുട്ടൊക്കെ തരുന്നത്. നിങ്ങളല്ല സംസാരിക്കുന്നത്, ChatGPT ആണ് റിക്രൂട്ടറോട് സംസാരിക്കുന്നത്. ChatGPT ആണ് കവർ ലെറ്റർ യൂസ് ചെയ്തിട്ട് റിക്രൂട്ടറിനോട് സംസാരിക്കുന്നത്. അതായിരിക്കരുത് ഇഷ്യൂ, അതായിരിക്കരുത് സംഭവിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് സിമ്പിൾ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്തിട്ട് ChatGPT-നോട് നമുക്ക് പറയാം, ലെറ്റ്സ് സേ ഇന്ന രീതിയിലാണ് എനിക്കൊരു കവർ ലെറ്റർ വേണ്ടത്, എൻ്റെ സ്കില്ലുകൾ ഇതൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം, എനിക്ക് ഇന്നൊരു മെസ്സേജാണ് റിക്രൂട്ടറുടെ അടുത്ത് കൺവേ ചെയ്യേണ്ടത്, എനിക്ക് ഇന്ന രീതിയിൽ ഓപ്പറേഷൻസ് ലെറ്റ്സ് സേ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും, ഞാൻ ഇത്രയും പെട്ടെന്ന്. ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ ഞാനൊരു ക്വാണ്ടിറ്റി സർവേയർ ആണെങ്കിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു BOQ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ നമ്മളെ കറക്റ്റ് സ്കില്ലുകൾ, കറക്റ്റ് അബിലിറ്റീസും നമ്മളെ കറക്റ്റ് ടാലൻസും നമുക്ക് കറക്റ്റ് ഈ റിക്രൂട്ടറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, യൂസ് ChatGPT ആസ് യുവർ വോയിസ് എന്നുള്ളൊരു ടേം ഞാൻ പറയാറുള്ളത്. പിന്നെ വൺസ് അഗൈൻ ഇപ്പോൾ നമുക്ക് ChatGPT-ന്ന് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ വേറെ AI ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഹെമിംഗ്വേ, ക്വിൽബോട്ട് എന്നൊക്കെ പറഞ്ഞത്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് റീഫ്രേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ChatGPT-യുടെ മേ ബി റോബോട്ടിക് ലാംഗ്വേജ് ആവാം. അപ്പോൾ അത് ആൾക്കാർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും, കുറേ പേർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നമുക്ക് പിന്നെയും റീഫ്രേസ് ചെയ്യാൻ പറ്റണതുള്ളൂ. അപ്പോൾ ഫൈനലി ഞാൻ സമ്മറൈസ് ചെയ്യാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. നമ്മൾ ജോബ് സെർച്ച് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഫുള്ളായിട്ട് മൂവ് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് നമ്മളെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്ക് റെലവൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ ബൂലിയൻ സെർച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ റെലവൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു, നമ്മളൊരു ജോബ് അലേർട്ട് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എല്ലാ റെലവൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കറക്റ്റ് നമുക്ക് നമ്മുടെ മെയിലിലേക്ക് തന്നെ ഡെലിവേർഡ് ആവും. എന്ന് വെച്ചാൽ പ്രോപ്പർലി ആ ടൈമിലുള്ള കറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ നമുക്ക് കിട്ടും. സിമിലർലി ഈ ഒരു സെയിം പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ലിങ്ക്ഡിനും യൂസ് ചെയ്യാം. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ജോബ് അല്ലാതെ പോസ്റ്റായിട്ട് ഇടുന്ന ജോബുകൾ പോലും നമുക്ക്
പോസ്റ്റ് ആയിട്ട് ഇടുന്ന ജോബുകൾ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെലവൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണില്ല എന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് കുറേ സോൾവ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലിങ്ക്ഡിനിൽ പ്രോപ്പർലി ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത കമ്പനീസ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് റിക്രൂട്ടേഴ്സിനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ നമ്മൾ അപ്ലൈ ചെയ്ത റോളുകൾക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് റിക്രൂട്ടർക്ക് മെസ്സേജ് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് ലുഷ്യ ത്രൂ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത കമ്പനിയിലെ ആൾക്കാരെ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് നമുക്ക് വന്നു. എങ്ങനെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ സ്ട്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, എങ്ങനെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ ഉള്ളൊരു പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ കവർ ചെയ്തു. തേർഡ്ലി നമുക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലെറ്റ്സ് സേ ഈ ഒരു പ്രോസസ്സുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ഇന്ന ആളെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ ആ സ്റ്റാറ്റസ് നമുക്ക് കിട്ടും, എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ആൻസറാണ് നമ്മൾ ലാസ്റ്റ് കവർ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ മെസ്സേജ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാം, എങ്ങനെ ആയിരിക്കണം നമ്മളെ മെസ്സേജ്, എങ്ങനെയായിരിക്കണം അതിൻ്റെ ഫോർമാറ്റിംഗ്, അതിൻ്റെ ഗ്രാമാറ്റിക്കലി അതിൻ്റെ എറേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ലെറ്റ്സ് സേ ഇന്ന വേർഡ് കൗണ്ടിലായിരിക്കണം നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം നമ്മളെ ഇൻറ്റൻഷൻ, നമ്മൾ 2 ഭാഗത്തുനിന്ന് കോൺവെർസേഷൻ വരുന്ന ഒരു രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കണം നമ്മുടെ എന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചു. അപ്പോൾ ബേസിക്കലി ഈ ഒരു 3 ആസ്പെക്ട്സ് ആണ് നമ്മളെ പ്രോസസ്സിലുള്ളത്. ഈ ഒരു 3 ആസ്പെക്ട്സിനുള്ള സൊല്യൂഷൻസ് മാക്സിമം പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ സിൻസിയറായിട്ട് ഇത് ഫോളോ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മളെ ജോബ് സെർച്ച് പ്രോസസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഇനിയും ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഷുവർലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇനിയും ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടാവും. അങ്ങനെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ യൂസ് ചെയ്തിരിക്കുന്ന നമ്മളെ കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ മെൻറ്റേഴ്സിൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇപ്പോൾ ഈ 3 പ്രോസസ്സസിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അധികം അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു എവറി വൺ ഫോർ യുവർ ടൈം. ഞാനിന്ന് പറഞ്ഞ ടിപ്പുകൾ നിങ്ങൾക്ക് ഇന്ന് ഹോപ്പ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൺസ് അഗൈൻ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഫർദർ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെൻറ്റേഴ്സിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.